അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസുകളുമായിട്ടാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ എക്സാമിനും അഗ്രികൾച്ചർ റിലേറ്റഡ് എക്സാമിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള സിലബസിൽ ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് റോഡന്റിസൈഡ്. അപ്പോൾ അതിനകത്തെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അക്വേർഡ് പോയിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ തവണ ഒരു എലി അല്ലെങ്കിൽ റാറ്റ് ഒറ്റ തവണ കഴിക്കുമ്പോൾ തന്നെ അത് മരിച്ചു പോകുന്നതിനാണ് അക്യൂട്ട് പോയിസൺ എന്ന് പറയുന്നത്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അക്യൂട്ട് പോയിസൺ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ വാർഫറിൻ, ബി അലൂമിനിയം ഫോസ്ഫൈഡ്, സി സിങ്ക് ഫോസ്ഫൈഡ്, ഡി ബ്രോമാഡിയോളിൻ. അപ്പൊ നമുക്ക് എല്ലാവരും പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ. എന്താണ് അക്യൂട്ട് പോയിസൺ ഈസ് ഏതാണ്? സിങ്ക് ഫോസ്ഫൈഡ് ആണ് അക്യൂട്ട് പോയിസൺ. ഇതാണ് അക്യൂട്ട് പോയിസൺ. ഈ പോയിസണിന്റെ പ്രത്യേകത അക്യൂട്ട് ആണ്, അതായത് ഒറ്റ തവണ കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ എലിയാണ് കില്ലായിപ്പോവും. അതിനാണ് നമ്മൾ അക്യൂട്ട് പോയിസൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിംഗിൾ ഡോസ് ആന്റി കൊയാഗുലന്റ് റാറ്റ് പോയിസൺ ഈസ്. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ് ആന്റി കൊയാഗുലന്റ്? ആന്റി കൊയാഗുലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവില്ല. അതായത് ഇപ്പൊ എലി ഈ ഒരു പോയിസൺ കഴിച്ച ശേഷം എലിയുടെ ദേഹത്തൊരു മുറിവുണ്ടാവും. ആ മുറിവിൽ കൂടെ ബ്ലഡ് വാർന്നു പോകും. ആ ബ്ലഡിനൊരു ക്ലോട്ടിനുണ്ടാവില്ല. അങ്ങനെ ബ്ലഡ് പോയി ആ എലി മരിച്ചു പോകുന്നു. അതിനെയാണ് നമ്മൾ ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏതാണ് ഇതിൽ സിംഗിൾ ഡോട്ട് ആന്റി കൊയാഗുലന്റ് എന്നാണ്. ഓപ്ഷൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ വാർഫറിൻ, ഓപ്ഷൻ ബി അലൂമിനിയം ഫോസ്ഫൈഡ്, ഓപ്ഷൻ സി സിങ്ക് ഫോസ്ഫൈഡ്, ഓപ്ഷൻ ഡി ബ്രോമാഡിയോളിൻ. ഏതാണ്? നമ്മളെല്ലാം പഠിച്ച കാര്യം തന്നെയാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ബ്രോമാഡിയോളിനാണ്. എന്താണ്? ബ്രോമാഡിയോളിനാണ്. ഏത്? സിംഗിൾ ഡോസ് ആന്റി കൊയാഗുലന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോമാഡിയോളിൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതിനകത്ത് ആന്റി കൊയാഗുലന്റ് റാറ്റ് പോയിസൺ അല്ലെ, നമ്മൾ മുമ്പ് പഠിച്ച സിംഗിൾ ഡോട്ട് ആന്റി കൊയാഗുലന്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ വന്നത് ഏതാണ് ആന്റി കൊയാഗുലന്റ് പോയിസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാർഫറിൻ, ഓപ്ഷൻ എ വാർഫറിൻ, ഓപ്ഷൻ ബി അലൂമിനിയം ഫോസ്ഫൈഡ്, ഓപ്ഷൻ സി സിങ്ക് ഫോസ്ഫൈഡ്, ഓപ്ഷൻ ഡി ബ്രോമാൽഡിൻ. ഏതാണ് ആന്റി കൊയാഗുലന്റ് റാറ്റ് പോയിസൺ? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ ഏതാണെന്ന്. അതിന് ആൻസർ വരുന്നത് വാർഫറിൻ ആണ്. വാർഫറിൻ ആണ് ഒരു ആന്റി കൊയാഗുലന്റ് റാറ്റ് പോയിസൺ. അപ്പൊ ആന്റി കൊയാഗുലന്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റാറ്റ് റിപ്പല്ലന്റ് കെമിക്കൽ. റാറ്റ് റിപ്പല് ചെയ്യുന്ന ഏത് കെമിക്കലുമായിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ നമ്പർ എ മാലത്യോൺ, ബി സിങ്ക് ഫോസ്ഫൈഡ്, സി സൈക്ലോഹെക്സാമൈഡ്, ഡി ബോത്ത് എ ആൻഡ് സി. നമുക്ക് എല്ലാവർക്കും അറിയാം റാറ്റ് റിപ്പല്ലന്റ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അഗ്രികൾച്ചറിനെ സംബന്ധിച്ചോളം POP റോഡന്റിസൈഡിൽ ഒരു എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ഫുഡ് സേഫ്റ്റി ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചറിന്റെ സിലബസിനകത്തും പറയുന്നുണ്ട് റോഡന്റിസൈഡ്. അപ്പം ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ച കാര്യം തന്നെയാണ് റാറ്റ് റിപ്പല്ലന്റ് എന്ന് പറയുന്നത്. മാലത്തിയോണും സൈക്ലോഹെക്സാമൈഡുമാണ് എന്ത് റാറ്റ് റിപ്പല്ലന്റ് കെമിക്കൽ എന്ന് പറയുന്നത്. റാറ്റ് റിപ്പല്ലന്റ് കെമിക്കൽസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലത്തിയോണും സൈക്ലോഹെക്സാമൈഡും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് റാറ്റ് കിൽ ട്രാപ്പ്. നമ്മൾ പഠിച്ചു, നമ്മളുടെ പുസ്തകത്തിലുണ്ട് റാറ്റ് കിൽ ട്രാപ്പ്. ലൈവ് ട്രാപ്പ് ഉണ്ട്, കിൽ ട്രാപ്പ് ഉണ്ട്, സ്നാപ്പ് ട്രാപ്പ്, കേജ് ട്രാപ്പ്, അങ്ങനെ കുറെ ട്രാപ്പുകളുണ്ട്. റാറ്റ് കിൽ ട്രാപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. റാറ്റിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന ട്രാപ്പ് അത് ഏത് ട്രാപ്പാണ്? ആ ട്രാപ്പാണ് സ്നാപ്പ് ട്രാപ്പ്. സ്നാപ്പ് ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലി ആ ഇതിലേക്ക് കയറുമ്പോൾ എലിയുടെ തലയുടെ പുറയിൽ ടപ്പെന്നൊരു അടി കിട്ടും. ആ ഒരു അടിയുടെ പുറത്തിൽ ആ എലി അങ്ങ് മരിച്ചു. ആ ട്രാപ്പാണ് സ്നാപ്പ് ട്രാപ്പ്. സ്നാപ്പ് എന്താണ്? കൊട്ടു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്ലിക്ക് ആക്കുക, അങ്ങനെയാണ് സ്നാപ്പ്. അപ്പൊ സ്നാപ്പ് വെച്ച് എലിയുടെ തലയുടെ ഭാഗത്തൊരു അടി കിട്ടും, അങ്ങനെ ആ എലി മരിച്ചു പോകും. അതാണ് സ്നാപ്പ് ട്രാപ്പ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇൻസെക്ട് റീപ്രൊഡ്യൂസ് ത്രൂ ഓവോവിവിപാരസ്. അപ്പൊ നമുക്കറിയാം ഓവിവിപാരസ് എന്താണെന്ന് അറിയാം. അപ്പൊ എന്താണ് ഈ ഓവോവിവിപാരസ്? നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. നമ്മുടെ യൂട്രസിന്റെ ട്യൂബിൽ വെച്ചിട്ട് തന്നെ എഗ്ഗ് ഇടുകയും അവിടെ വെച്ച് തന്നെ കുഞ്ഞ് വിരിയുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഓവോവിവിപാരസ് എന്ന് പറയുന്നത്. യൂട്രസിനകത്ത് വെച്ച് യൂട്രസിന്റെ വാൽവിൽ എഗ്ഗ് ഉണ്ടാവുകയും അവിടെ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് അത് നോർമൽ ഡെലിവറി പോലെ തന്നെ അത് വെളിയിലോട്ട് വരികയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഓവിവിവിപാരസ് എന്ന് പറയുന്നത്. അതായത് യൂട്രസിനുള്ളിൽ തന്നെ ആയിരിക്കും മുട്ടയിടുന്നത്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വിരിയുന്നത്. അപ്പം ഇതിനകത്ത് ഏത് ടൈപ്പിലുള്ള ഇൻസെക്റ്റുകളാണ് ഓവോവിവിപാരസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നമ്പർ എ സ്കെയിൽ ഇൻസെക്റ്റ്, ഓപ്ഷൻ ബി ഹണി ബി, സി ലാക്ക് ഇൻസെക്റ്റ്, ഡി ബോത്ത് എ ആൻഡ് സി. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തായാലും നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആലോചിക്കുന്ന എലിമിനേഷൻ പോയിന്റ് ഓർത്തിരിക്കുക. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഒരുപാട് ഡൗട്ട് വരും, എ ആണോ ബി ആണോ? അപ്പോൾ നമുക്ക് എന്തായാലും സി അല്ലെന്ന് ഉറപ്പാക്കാം. അപ്പോൾ നമുക്ക് വരും ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എലിമിനേഷൻ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹണി ബി ഒരിക്കലും വരില്ല. അപ്പോൾ നമ്മളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ, എയും സിയും. ഇതിൽ ഏതായിരിക്കും ആൻസർ?
അപ്പോൾ നമുക്കറിയാം സ്കെയിൽ ഇൻസെക്റ്റുകളും അതുപോലെ ലാക്ക് ഇൻസെക്റ്റുകളും അവർ ഓവോവിവി പാരസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എലിമിനേഷൻ മാർഗത്തിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ് എലിമിനേഷൻ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഓപ്ഷൻസുകൾ എലിമിനേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ലഭിക്കും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് സി ആണ്. അതായത് സ്കെയിൽ ഇൻസെക്റ്റും ലാക്ക് ഇൻസെക്റ്റും എന്താണ്? ഓവോവിവി പാരസ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു സെക്ഷൻ. ഏണസ്റ്റ് അക്കാഡമി അഗ്രികൾച്ചറിൻ്റെയും ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെയും കോഴ്സുകൾ ലഭ്യമാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാനായി കൂടുതൽ വിവരങ്ങൾ അറിയാനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്